ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിത് 3 കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഹോയ്ലൻഡ് തിരിച്ചു വരുന്നുണ്ടോ? ഇപ്പോൾ റീസെന്റ് ആയിട്ട് പല മീഡിയാസിലും നടക്കുന്ന ഒരു ചർച്ചയാണ് നമ്മുടെ സ്ട്രൈക്കർ ചർച്ച. കാരണം നമുക്കറിയാം, റീസെന്റ് ആയിട്ട് നമ്മുടെ ലാസ്റ്റ് മത്സരത്തില് സെസ്കോക്ക് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 15 മിനിറ്റ്സ് നമ്മളൊരു 10 പേരായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് നമുക്കൊരു ബാക്കപ്പ് സ്ട്രൈക്കർ വേണം, അല്ലെങ്കിൽ നമുക്കൊരു സെക്കൻഡ് സ്ട്രൈക്കർ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഇപ്പൊ നടക്കുന്നുണ്ട്. കാരണം സിർസി ആ റോളില് അത്ര സെറ്റ് അല്ല ഇപ്പോ. അപ്പോ വീണ്ടും ഹോയ്ലൻഡ് തിരിച്ചു വരും, അല്ലെങ്കിൽ നാപ്പോളി ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഹോയ്ലൻഡിനെ തിരിച്ചെടുക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഹോയ്ലൻഡ് തിരിച്ചു വരുന്നു. നമ്മൾ എന്തായാലും ഒരു സ്ട്രൈക്കറെ നോക്കുന്നുണ്ട്. അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ പ്രീമിയർ ലീഗിലും അല്ലെങ്കിൽ കുറച്ച് വേറെ ലീഗുകളിൽ കളിച്ച കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് ഒരു ബാക്കപ്പ് ഓപ്ഷൻ പോലെ നമ്മൾ നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവാൻ ടോണിയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ജുവന്റസിന്റെ വ്ലാഹോവിക്, എനിക്ക് തോന്നുന്നു ഈ 2 പ്ലേയേഴ്സിലേക്ക് ആയിരിക്കും കുറച്ചും കൂടി ടാർഗറ്റ് ചെയ്ത് പോകുന്നത്. ഒരിക്കലും ഹോയ്ലൻഡിന്റെ ഒരു തിരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഒരു കംബാക്ക് നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നാപ്പോളി അതിനുള്ളൊരു സിഗ്നൽ തരും എന്നുള്ള കാര്യത്തിൽ അത്ര ഉറപ്പില്ല. അതുകൊണ്ട് ഈ ഒരു ഡിസ്കഷൻ അത്ര റിലയബിൾ അല്ല നമ്മുടെ സ്ട്രൈക്കർ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്ത റൂമർ അല്ല, നമുക്കൊരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ അത്യാവശ്യമാണ്. അത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അതിൽ 2 പേരുകൾ വരുന്നുണ്ട്. അതായത് ഇത്രയും നാൾ നമ്മൾ ചർച്ച ചെയ്ത പേരുകൾക്ക് കൂടാതെ കുറച്ചും കൂടി കാപ്പബിൾ ആയിട്ടുള്ള 2 പ്ലേയേഴ്സിന്റെ പേരുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത എലൈറ്റ് ആൻഡേഴ്സൺ ആയിക്കോട്ടെ, അതായത് ആദം വാട്ടൺ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രൈസ് റേഞ്ച് മുമ്പ് പറഞ്ഞതായിട്ടും ഡബിൾ ആയിട്ട് കൂടിയിട്ടുണ്ട്. കാരണം 60 എലൈറ്റ് ആൻഡേഴ്സൺ ഒരുവിധം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രൈസ് റേഞ്ച്. 60 നിന്ന് 120 മില്യണിലേക്ക് അത് ഒറ്റയടിക്ക് സ്റ്റെപ്പ് അപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദം വാട്ടൺ എനിക്ക് തോന്നുന്നു 90 തൊട്ട് 100 അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും അടുത്തൊരു സെൻട്രൽ മിഡ്ഫീൽഡ് ടാർഗറ്റിലേക്ക് പ്രീമിയർ ലീഗിൽ തന്നെ പോകണമായിട്ടുള്ള ബാക്കി അടുത്ത ഓപ്ഷൻസിലേക്ക് പോയിട്ടുള്ള അങ്ങനെയുള്ള 2 പ്ലേയേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് അലക്സ് സ്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ബോൺമൗത്തിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ്, ഇംഗ്ലീഷ് ഫുട്ബോളറാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ട്യൂഷലിന്റെ ഇംഗ്ലണ്ട് സ്ക്വാഡിലൊക്കെ പുള്ളിക്കാരനെ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രില്യൻ യങ് ടാലന്റ് ആണ്. അതിലെ ആളെ പോസിറ്റീവിൽ ഒന്നാമത്തത് ആള് പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ ആണ്. രണ്ടാമത്തത് ആളുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പാസുകൾ. മൂന്നാമത്തത് ആളുടെ ഡിസിഷൻ മേക്കിംഗ്. ഈ 3ലും ആളിൽ കാണിക്കുന്ന ഒരു എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് വളരെ കൂടുതലാണ്. വളരെ ഇന്റൻസ് ആയിട്ട് ഇപ്പോൾ ബോൺമൗത്തിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്ത് ക്രിയേറ്റീവ് ആയിട്ട് റണ്ണുകൾ കണ്ടെത്താനും അതിനനുസരിച്ച് പാസുകൾ മേക്ക് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള പോസിറ്റീവ്. ഇനി നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നെഗറ്റീവ്സ്, ആൾക്ക് ഡിഫെൻസീവ് അവയർനെസ് വളരെ കുറവാണ്. ഡിഫെൻസീവ് ടാക്ലിംഗ് അല്ലെങ്കിൽ ഡിഫെൻസീവ് ആയിട്ടൊരു ബോൾ ചേസ് ചെയ്ത് അതിന് ടാക്കിൾ ചെയ്ത് ഓൺ ചെയ്യാനുള്ള എബിലിറ്റി വളരെ കുറവാണ്. ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. നമ്മളുടെ ഒരു ടോപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിഫെൻസീവ് കൂടി അവയർനെസ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് നമ്മൾ ശരിക്കും നോക്കുന്നുണ്ടെങ്കിൽ അലക്സ് സ്കോട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന പ്ലെയർ ആണ് ജാവോ ഗോമസ്. അതായത് ഇപ്പോൾ വുൾഫിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ജാവോ ഗോമസ്. കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് കുറച്ചും കൂടി സാധ്യത കൂടുതലുള്ള ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ ഡിസ്ട്രോയർ. അതായത് അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സിലെ ഫസ്റ്റ് പോസിറ്റീവ് ഒരു ടോട്ടൽ ഡിസ്ട്രോയർ ആണ് പുള്ളി. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കസിമീറോ ചെയ്യുന്ന അതേ റോൾ തന്നെ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട്, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പ്ലെയർ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ആളെ പിറ്റ്ബുൾ എന്നൊരു നിക് നെയിമിലൂടെയാണ് വോൾഫ്സിൽ അറിയപ്പെടുന്നത്. അത്രയും എനർജറ്റിക് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ നെഗറ്റീവ്സ് അദ്ദേഹത്തിന്റെ പ്രോഗ്രഷൻ. അതായത് ഫ്രണ്ടിലേക്ക് അറ്റാക്കിങ്ങിലുള്ള
ടൈമിൽ ആളുടെ ഡിസിഷൻ മേക്കിംഗ് വീക്കാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡിഫൻസിലുള്ള അതേ വർക്ക് റേറ്റ് അദ്ദേഹത്തിന് അറ്റാക്കിങ്ങിന്റെ ആ ഫ്രണ്ട് ത്രീയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വീക്ക് ലെവലാണ്. ഡിഫൻസീവ് എബിലിറ്റി വളരെ കൂടുതലുള്ള, പക്ഷെ ഈ രണ്ട് വീക്ക്നെസ് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പോസിറ്റീവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു വീക്ക്നെസ് എന്ന് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സും അദ്ദേഹത്തിന്റെ സ്പീഡ് പേസും ഒക്കെ വളരെ കൂടുതലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഏരിയൽ ഡ്യൂൽസ് വിൻ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഹൈറ്റ് ഒരു ഇഷ്യൂ ആവാറുണ്ട്. ഹൈറ്റ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫിസിക്കാലിറ്റി ചില സമയങ്ങളിൽ ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ത്രീയിലേക്കുള്ള ഡിസിഷൻ മേക്കിംഗ്, പാസിംഗിന്റെ ഡിസിഷൻ മേക്കിംഗിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ട ടൈപ്പുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷേ വളരെ മികച്ചൊരു യങ് ടാലന്റ്, ബ്രസീലിയൻ യങ് ടാലന്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു പ്ലെയർ ആണ് ജാവോ ഗോമസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ 3 മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വരുന്ന ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആരൊക്കെയാണെന്നിങ്ങനെ കമന്റിൽ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.